നമസ്കാരം. റഫാൽ ഇടപാടിൽ നിർണായക നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന M88 എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള വൻകിട കരാർ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സാഫ്രാൻ ഈ സുപ്രധാനമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. അതായത് പ്രതിരോധ പങ്കാളിയായ മറ്റൊരു രാജ്യത്തോടും മുൻപ് കാണിക്കാത്ത രീതിയിലുള്ള ചരിത്രപരമായ മാറ്റമായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്നായിരിക്കും സഫ്രാൻ ഇന്ത്യയിൽ എഞ്ചിനുകൾ അസംബിൾ ചെയ്യുന്നത്. ഇത് വെറുമൊരു വാങ്ങൽ കരാർ എന്നതിലുപരി ഉന്നത സാങ്കേതിക വിദ്യ കൈമാറുന്ന വ്യവസായ പങ്കാളിത്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 114 പുതിയ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 150 ഉയരും. ഇതിനു പുറമെ നാവികസേനയ്ക്ക് വേണ്ടി 26 റഫാൽ വിമാനങ്ങളും എത്തും. നാവികസേനയ്ക്കായി 31 റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇത്രയും വലിയ പ്രതിരോധ ഇടപാട് നടക്കുമ്പോൾ കാലതാമസം ഒഴിവാക്കാൻ എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. റഫാൽ ഇടപാടിനായുള്ള ചർച്ചയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പ്രാദേശികമായ നിർമ്മാണം ഇന്ത്യ ഒരു നിർബന്ധിത വ്യവസ്ഥയായി മുന്നോട്ട് വെച്ചിരുന്നു. എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറുന്നതോടെ തുടക്കത്തിൽ 500 ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിശീലനം നൽകുകയും പിന്നീട് അത് 2000 ആയി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം, ഭാരത് ഫോർജ് തുടങ്ങിയ ഇന്ത്യൻ സ്വകാര്യ കമ്പനികളെയും ഈ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കും. എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയിലാകുന്നതോടെ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചിലവിൽ 20% വരെ കുറവുണ്ടാകാനാണ് സാധ്യത. കൂടാതെ ഓരോ വർഷവും ഏകദേശം 5000 കോടി രൂപ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇതിലൂടെ എത്തിച്ചേരും. ഇതാണ് കണക്കാക്കപ്പെടുന്നത്. സർക്കാർ അംഗീകാരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് 2028 എഞ്ചിൻ അസംബ്ലി ലൈൻ പ്രവർത്തനക്ഷമമാക്കാനാണ് സഫ്രാൻ ലക്ഷ്യമിടുന്നത്. ഇതിനകം തന്നെ ഹൈദരാബാദിൽ 45,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു മെയിന്റനൻസ് കേന്ദ്രം സഫ്രാൻ തുറന്നിട്ടുണ്ട്. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾക്ക് മുന്നിൽ പ്രതിരോധ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ കരാർ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇന്ത്യയുടെ ഭാവി യുദ്ധ വിമാനമായ AMCA വേണ്ടിയുള്ള 120 KN ക്ലാസ് എഞ്ചിനുകൾ സംയുക്തമായി വികസിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നു വരികയാണ്. ഇത് കരാറിലേക്ക് എത്തിയാൽ എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയിലാകും പൂർണ്ണമായി നടപ്പാക്കുക അല്ലെങ്കിൽ നടക്കുക. എഞ്ചിന്റെ കോർ സംബന്ധിച്ച് ഭൗതിക സ്വത്തവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് സഫ്രാൻ തയ്യാറാകണമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായി മാറും. ഈ എഞ്ചിൻ വികസനം ഭാവിയിലെ യുദ്ധക്കപ്പൽ എഞ്ചിനുകൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് വേഗത കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.